ഇതൊരു റംബ്യൂട്ടാൻ പ്ലാന്റ് ആണ്. ഇത് പക്ഷേ മെയിൽ പ്ലാന്റ് ആണ്. ഇത് നേരത്തെ ഫ്ലവർ ചെയ്തപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അത് മെയിൽ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. പക്ഷെ അത് വീണ്ടും സ്പ്രൗട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെടികൾ നിർത്തി നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ഇത് ഒരിക്കലും ഫ്രൂട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രൂട്ടിങ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങിച്ച് നടണം. അപ്പോൾ അത് ഷുവറാണ്. പല ഇനങ്ങളുണ്ട്. N18 എന്ന് പറയുന്ന ഒരു നല്ല റംബൂട്ടാൻ ഇനമാണ്. അത് വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഫ്രൂട്ടിന്റെ ക്വാളിറ്റി നല്ലതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്ന വരിക്ക എന്നാ പറയുക. കാരണം അതിന്റെ ഫ്ലഷ് വളരെ വേഗത്തിൽ തന്നെ ഇളകി വരും. പിന്നെ കമേഴ്ഷ്യലായിട്ട് നടണമെന്നുണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ്. കാരണം ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. ഇപ്പം റംബൂട്ടാന് നല്ല മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. 200 രൂപയോളം വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമേഴ്ഷ്യലായിട്ട് നടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ഏക്കറിൽ ഒരു 50 മുതൽ 60 മരങ്ങൾ വരെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടിങ് ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പക്ഷികളുടെ അറ്റാക്ക് ഉണ്ടാവും, വവ്വാലുണ്ടാവും. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് വലയൊക്കെ ഇടണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇത് വളരെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കൃഷിയാണ്.